എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗ്രിറ്റ് എന്ന ടോപ്പിക്കിൽ അതിന്റെ പാർട്ട് 2 ട്രെയിനർ ആൻഡ് സക്സസ് കോച്ചായ ഓസിൻ സാറിനെ ക്ഷണിക്കുന്നു. വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. എല്ലാവർക്കും അഗൈൻ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും നേരെയാണ്. എന്നെ ഒന്ന് കോഹോസ്റ്റ് ആക്കാവോ? നമ്മള് കഴിഞ്ഞ ആഴ്ച ഗ്രിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് താങ്ക് യു. ഗ്രിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ തുടങ്ങി. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടത് മെയിനായിട്ട് ഇക്കിഗായാണ്. ഇക്കിഗായും അതിന്റെ അനുബന്ധ കാര്യങ്ങളാണ് തുടങ്ങിയത്. പക്ഷെ നമ്മള് ശരിക്കും ഗ്രിറ്റിലേക്ക് വന്നില്ലായിരുന്നു. സോറി. അപ്പോ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? താങ്ക് യു. അപ്പോ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എന്താണ് ഗ്രിറ്റ് എന്നുള്ള എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം ആഹ് 1901 കാലഘട്ടത്തില് ജീവിച്ചിരുന്ന ഒരു വലിയ സയന്റിസ്റ്റ് ആയിരുന്നു സാമുവൽ പിയർ പോൾ ലാംഗലെ. അദ്ദേഹത്തിന്റെ പേരാണ് സാമുവൽ പിയർ പോൾ ലാംഗലെ. അപ്പൊ അമേരിക്കൻ ഗവൺമെന്റും അതുപോലെ അവിടെ ഉള്ള ആളുകളൊക്കെ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്ത് പറക്കുന്ന ഒരു മെഷീൻ കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാമുവൽ പിയറിന്റെ അടുത്ത് ഇവര് അയാൾ അന്ന് അറിയപ്പെടുന്ന ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്നൊന്നും പേരൊന്നും ഇട്ടിട്ടില്ല, പറക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് അദ്ദേഹത്തിന് ചെയ്തത് അന്ധകാലത്ത് 1900 എന്ന് വെച്ചാല് ഇപ്പൊ ഒരു 120 വർഷം മുമ്പ് അദ്ദേഹത്തിന് $50,000 ആണ് അനുവദിച്ചിരുന്നത്. ഈ എക്യുപ്മെന്റ്സ് മേടിക്കാനും ഇതിന്റെ പരീക്ഷ നടത്താനും ഒക്കെ വേണ്ടിയിട്ട് $50,000 ഗവൺമെന്റ് അനുവദിച്ചു, ജസ്റ്റ് റിസർച്ച് നടത്താൻ വേണ്ടി മാത്രം. അത് മാത്രമല്ല, ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള സയന്റിസ്റ്റുകളെ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം 1901 മുതൽ പറക്കുന്ന ഒരു മെഷീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രയത്നത്തിലായിരുന്നു. ഇതിൽ രസം എന്താണെന്ന് വെച്ചാല്, അവിടെ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ മാറി രണ്ട് സൈക്കിൾ മെക്കാനിക്കുകൾ അവരും ഫ്ലൈറ്റ് നിർമ്മിക്കാനായിട്ട്, അല്ലെങ്കിൽ പറക്കുന്ന ഒരു യന്ത്രം നിർമ്മിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഈ ഐഡിയ വെച്ചിട്ട് ഇത് എങ്ങനെ പറത്തുന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവർ കുറെ സാധനങ്ങൾ, ഇവർക്ക് സൈക്കിൾ റിപ്പയർ ചെയ്ത് കിട്ടുന്ന കാശ്, തുച്ഛമായ വരുമാനത്തിൽ നിന്ന് സ്വരുക്കൂട്ടി വെച്ച് ഇതിന്റെ എക്യുപ്മെന്റ് സാധനങ്ങളൊക്കെ വാങ്ങി ഇവരൊരു 5 സെറ്റുമായിട്ട് ഒരു മലയുടെ മുകളിലേക്ക് പോകും. കാര്യം ഈ പറക്കുന്ന സാധനം ഇതെല്ലാം ഇവരിങ്ങനെ യോജിപ്പിക്കും. ഇവരിതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ യോജിപ്പിച്ചിട്ട് ഇവരിത് സ്റ്റാർട്ടാക്കി നേരെ പോയി താഴെ വീഴും. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. വീണ്ടും അടുത്ത സെറ്റ് ചെയ്യും. അങ്ങനെ 5 സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, നശിച്ച് കഴിയുമ്പോൾ ഇവര് വീട്ടിൽ പോകും. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പൈസ ഉണ്ടാക്കും, സാധനങ്ങൾ വാങ്ങും, വീണ്ടും ഇവർ ചെയ്തു. ഇവര് തുടർ പരീക്ഷണങ്ങളാണ് എങ്ങനെയെങ്കിലും പറക്കുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടാക്കണം എന്നുള്ളത്. ഇവരെ സഹായിക്കാൻ ആരുമില്ല, ഇവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവരുടെ ഫണ്ടിങ്ങിനും ആരുമില്ല. ഇവർ വളരെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. വിദ്യാഭ്യാസമില്ല, ഈ സൈക്കിൾ റിപ്പയർ ചെയ്യാൻ അറിയുന്നതല്ലാതെ ദേ ആർ നോട്ട് സയന്റിസ്റ്റ്. അവരുടെ ആഗ്രഹമാണ് പറക്കുന്ന ഒരു സാധനം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ 1902 ഒരു മനുഷ്യൻ, 2 പേര് ചേർന്ന് ഈ വിമാനം കണ്ടുപിടിച്ചു. ആ വിമാനം കണ്ടുപിടിച്ച മനുഷ്യരുടെ പേരെന്താണ്? അവരാരായിരുന്നു? ആരാ? അതായത് ഒറിവിലെ റൈറ്റും വിൽബർ റൈറ്റും, ഈ 2 റൈറ്റ് ബ്രദേഴ്സ് ചേർന്നിട്ടാണ് വിമാനം കണ്ടുപിടിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് $50,000, നമുക്ക് ഇപ്പൊ തന്നെ $50,000 എന്ന വലിയ എമൗണ്ട് ആണ്. അന്ന് $50,000 ലോകത്തെ ഏറ്റവും മികച്ച സയന്റിസ്റ്റുകളും എല്ലാം സപ്പോർട്ട് ഉണ്ടായിട്ടും സാമുവൽ പിയർ പോൾ എന്ന് പറയുന്ന മനുഷ്യന് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ റൈറ്റ് ബ്രദേഴ്സ് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ പുള്ളി ഭയങ്കര ഈഗോയിസ്റ്റിക് ആയി. ആളെന്താ പറഞ്ഞു വെച്ചാല്, ഇവരോട് ജസ്റ്റ് ഇവരിതിന്റെ ബേസിക് മോഡല് പറഞ്ഞു എന്നുള്ളതുള്ളൂ, ബാക്കി എക്സ്പാൻഷൻ ഒക്കെ വേണം. പക്ഷെ ഈ പുള്ളി പറഞ്ഞു, ഇല്ല,
ഞാനല്ല കണ്ടുപിടിച്ചത്, അവരാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഒരു ക്രെഡിറ്റും വേണ്ട, ഞാൻ ഇതിനകത്തൊന്നും വർക്ക് ചെയ്യാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റേ പുള്ളി ഉപയോഗിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഗ്രിറ്റ് എന്ന് പറയുന്നതിനുള്ള ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഒരാള് സയന്റിസ്റ്റ്, ടാലന്റഡ് ആണ്, ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ്, അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കെയറിങ്ങും എല്ലാം കിട്ടിയിട്ടും അവർക്ക് ഒരു സക്സസിലേക്ക് എത്താൻ പറ്റിയില്ല. വേറെ ഇപ്പുറത്ത് വിദ്യാഭ്യാസമില്ലാത്ത, പ്രത്യേകിച്ച് എന്താ പറയാ, ടാലന്റ് ഒന്നും അവകാശപ്പെടാത്ത ആൾക്കാർ ഒരു പാഷന്റെ പുറത്ത് മാത്രം അതിനുവേണ്ടി വർക്ക് ചെയ്യും, ഫൈനലി ആ സാധനം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ച. ഇതാണ് ഗ്രിറ്റ്. അപ്പൊ ഗ്രിറ്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാല്, ഗ്രിറ്റ് എന്ന് പറയുന്നത് യുവർ ടോട്ടൽ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് യുവർ ലോങ് ടൈം ഗോൾ. നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് പുറത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു മുഴുവനായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ്, ഹാഫ് അല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു സാമുവൽ പിയർപോണൊക്കെ ചെയ്ത് അങ്ങനെയായിരിക്കും. അദ്ദേഹത്തിന് പൈസ കിട്ടി, സയന്റിസ്റ്റ് ഉണ്ട്, ഒന്ന് പരീക്ഷ നോക്കാം, അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് എ ഫുള്ളി കമ്മിറ്റഡ്. മറിച്ച് ഇപ്പുറത്തോ റൈറ്റ് ബ്രദേഴ്സ് ചെയ്യുന്നു, അവരുടെ സമ്പാദ്യം മൊത്തമാണ് എടുത്തിട്ടാണ് ഇവരെ തല്ലിപ്പൊളിച്ച് കളയുന്നത്. എന്ന് വെച്ചാല് ഇവര് ചെയ്യുന്നത് വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ടോട്ടൽ, നമുക്കൊരു ഗോള് നിശ്ചയിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ കണ്ടെത്തി കഴിഞ്ഞാല് അതിലേക്ക് ഒരു ടോട്ടൽ കമ്മിറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു റിസർവയർ. രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ടെത്തിയിട്ട് അത് എത്തുന്ന വരെ അതിനകത്തേക്ക് ആ ജേർണിയിൽ ഭാഗമാകുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കണം. രണ്ട്, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാല് ആ ജേർണി ഫുള്ള് നമ്മൾ ആ കൂടെ പോകണം. കാരണം ഇടയ്ക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവാം, സെറ്റ് ബാക്സ് ഉണ്ടാവാം. പക്ഷെ അയ്യോ ഇതെന്റെ മാർഗമല്ല എന്ന് പറഞ്ഞ് തിരിക്കുന്നതിന് പകരം അതിന്റെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡാണ്. നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല്, ഒരിക്കലും മരിച്ചാലും ഞാൻ ഇത് വിടൂല, മരിച്ചാലും ഞാൻ ഇത് വിടൂല. അതായത് ഇത് എങ്ങനെയെങ്കിലും നേടിയെടുക്കും. നിങ്ങളുടെ ബെഡിൽ നിന്ന് നിങ്ങളെ വലിച്ചെഴുന്നേൽപ്പിക്കാനും നിങ്ങളുടെ ട്രാക്കിലേക്ക് എല്ലാ ദിവസവും നിങ്ങൾ എത്തിക്കാനുമുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഗ്രിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ അബ്ദുൽ കലാമിന്റെ ഒരു പ്രസിദ്ധമായ വാചകം ഉണ്ടല്ലോ, ഡ്രീംസിനെ കുറിച്ച്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആരെങ്കിലും ഒരാൾ ആ ഡ്രീംസിനെ കുറിച്ചുള്ള അബ്ദുൽ കലാമിന്റെ കോട്ട് ഒന്ന് പറയാമോ? എന്താണ് സ്വപ്നം എന്നത്? മണി സാർ, ബഷീർ സാറേ, നമ്മുടെ ഒരു അബ്ദുൽ നിങ്ങൾ കലാമിന്റെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉണർന്നിരിക്കുന്നതാണ് സ്വപ്നം. നിങ്ങള് ഉറങ്ങുമ്പോൾ ഉറങ്ങുന്നതല്ല, ഉറങ്ങാൻ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത്. ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. മറിച്ച് ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. അങ്ങനെ ഒന്നിരിക്കുമ്പോൾ അങ്ങനെയല്ല, അതിന് കുറച്ചും കൂടി നന്നായിട്ട് ശ്രീഷ്മ. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് നമ്മുടെ സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത്. വെരി ഗുഡ് ശ്രീഷ്മ. അതായത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത എന്തോ ഒന്നുണ്ട്, അതാണ് നിങ്ങളുടെ സ്വപ്നം. അതായത് നിങ്ങളുടെ ബെഡിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളെ ബെഡിൽ നിന്ന് പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ച് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമുണ്ടോ, അതാണ് സ്വപ്നം. എന്ന് പറഞ്ഞ പോലെ ഗിഫ്റ്റ് എന്ന് പറയുന്നതും നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കുന്ന ഒരു സാധനമല്ല, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, മറിച്ച് നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കാത്ത എന്തോ ഒന്നുണ്ട്, അതാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത്. അപ്പോ റൈറ്റ് ബ്രദേഴ്സിനെ കണ്ടു. ഇനി ഞാൻ ഇതിലും ഗ്രിറ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഗ്രിറ്റ് ഈസ് ഓൾ അബൌട്ട് ടു തിങ്സ്. ഒന്ന് പാഷൻ, രണ്ട് പ്രിസർവൻസ്. പാഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു കഴിഞ്ഞ ദിവസം. ഏത് രണ്ട് ചോദ്യങ്ങളും ചേരുമ്പോഴാണ് പാഷൻ ആവുക? വാട്ട് യു ലവ് ടു ഡു, ആൻഡ് രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഇതൊക്കെ മറന്നാ? നിങ്ങളുടെ ഇക്കിഗായ കണ്ടെത്തിയോ? ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എത്ര പേര് ഇക്കിഗായ കണ്ടെത്തി? ഓക്കെ, ഞാൻ ഇന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ 6:15 എനിക്ക് ഒന്ന് ലീവ് ചെയ്യണം. വേറെ ഒന്നുകൊണ്ടല്ല, എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന് 6:15 എനിക്ക് പോകണം. അതുകൊണ്ടാണ്. എനിവേ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഇക്കിഗായ കണ്ടെത്തി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇക്കിഗായുടെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളിലാണ്, ഒന്ന് വാട്ട് യു ലവ് ടു ഡു, ആൻഡ് രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഈ രണ്ടു കൂടി ചേരുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രിറ്റ് ഈസ് ഓൾ അബൌട്ട് ടു തിങ്സ്, പാഷൻ ആൻഡ് പെർസെവറൻസ്. പെർസെവറൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്?
ആർക്കെങ്കിലും അറിയാവോ? പേഴ്സൺ സ്ഥിരോത്സാഹം പറയൂ സർ. സ്ഥിരോത്സാഹം സ്ഥിരോത്സാഹം. ഓക്കെ, കുറച്ച് ആയിട്ട് പറയാൻ സെയിം കറക്റ്റ് ആണ്. കുറച്ചും കൂടി വേറെ നല്ല വാക്ക് പറയാമോ? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. വിടാതെ പിന്തുടരുക എന്ന് വെച്ചാല് പാഷൻ കണ്ടെത്തി ആ പാഷൻ എത്താൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ എത്ര സെറ്റ് ബാക്സ് വന്നാലും വിടാതെ പിന്തുടരുക. അങ്ങനെ ഒരാളെയാണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ലേഡിനെ കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് പ്രായമുള്ള ഒരു ലേഡിയാണ്. ഇവരുടെ പേര് ഇവരുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാന നയാഡ് എന്നാണ് ഇവരുടെ പേര്. ഡയാന നയാഡ്. ഇവർക്ക് ഇവര് നീന്തൽ താരമാണ്. പക്ഷെ ഒരു 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു ആഗ്രഹം വരുന്നത്. ക്യൂബയ്ക്കും അമേരിക്കയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്ക് നീന്തി കടക്കുക എന്നുള്ളത്. എന്താണ്? ക്യൂബയ്ക്കും അമേരിക്കയ്ക്കും ഇടയ്ക്ക് ഒരു കടലിടുക്കുണ്ട്, അത് നീന്തി കടക്കുക എന്നുള്ളത്. ഇതിന്റെ ദൂരം എന്ന് പറയുന്നത് 110 മൈലാണ്. 110 മൈൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 176 കിലോമീറ്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു കടലിടുക്കാണ്. നമുക്ക് കാറിൽ പോയാൽ തന്നെ നമ്മൾ 150 കിലോമീറ്റർ ഓടിച്ച് നമ്മൾ വയ്യാണ്ടാവും. ആ 176 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചില് നീന്തി കടക്കാന്നുള്ളതാണ് ഇവരുടെ ഡ്രീം. അപ്പോ ഇവര് ഈ കടലിടുക്കിലേക്ക് നീന്തി കടക്കാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇതൊന്നും ഓപ്പൺ ആയത് തന്നെ 2000-ലാണ്. കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും അറിയാം, പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും ഈ ക്യൂബ പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്, അവർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നിർത്തി. അപ്പൊ അതായത് ക്യൂബയും അമേരിക്കയും തമ്മിൽ സ്ഥിരം ഇടിയാണ്. ഒരു എണ്ണം മുതലാളിത്ത രാജ്യവും ഒരാള് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇവര് തമ്മിൽ എന്നും ഇടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കടലിലേക്ക് ക്ലോസ്ഡ് ആയിരുന്നു. 2000-ൽ ഓപ്പൺ ചെയ്തപ്പോൾ മുതൽ ഇവരുടെ ആഗ്രഹമാണ് ഇത് നീന്തി കിടക്കണമെന്ന്. അങ്ങനെ ഇവര് പ്രാക്ടീസ് ചെയ്ത്, പിന്നെ ഈ കടലെടുക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലെ കായൽ നീന്തണ പോലെയല്ല. ഈ കടലിലുള്ള ഏറ്റവും കൂടുതലുള്ളത് എന്ന് വെച്ചാല് മനുഷ്യരെ തിന്നുന്ന ഷാർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു കടലാണ്. രണ്ടാമത്തേത് ജെല്ലി ഫിഷ് ഉണ്ട്. ജെല്ലി ഫിഷ് എന്നാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു എന്താ പറയുക, ഇങ്ങനെ പടർന്നു പോലെ വരും. ഇതൊക്കെ അതിന്റെ മുഖത്തൊക്കെ വന്നിരുന്ന, മേത്ത് എവിടെയെങ്കിലും വന്നിരുന്ന അതിന്റെ ആ വിഷം ബോഡിയിലേക്ക് വരെയും ആള് തട്ടിപ്പോകും. പിന്നെ അപ്പൊ അത്രയും റിസ്കി ആയിട്ടുള്ള, അത് മാത്രമല്ല തണുപ്പ് എന്ന് പറഞ്ഞ ഒരു മൈനസ് എന്താ പറയാ, ഒരു മൈനസ് അല്ല, ഒരു 0 to 5 ഡിഗ്രി. അതായത് ഐസ് ആവണമെന്ന് വെച്ചാൽ ഐസാണ്, എല്ലേന്ന് വെച്ചില്ല. അപ്പൊ അത്രയും തണുപ്പുള്ള ഷാർക്കുകളൊക്കെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് ഇവർ നീന്തുന്നത്. അപ്പൊ ഇവർക്ക് നീന്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നീന്തുന്നതിന് അസിസ്റ്റൻസ് ഒന്നും കൊടുക്കൂല. കാര്യം റെക്കോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. സൈഡിൽ കൂടെ ബോട്ട് പോകുന്നുണ്ടാവും. ഇവർ നീന്തുന്ന സമയത്ത് ഇവർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കും. പക്ഷെ ഇനിയിപ്പോ ഇൻ കേസ് ഇവര് മുങ്ങിപ്പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ കയറ്റാനായിട്ട് ഇതൊക്കെ ഉണ്ടാവും. ഇവര് 2010-ല് ട്രൈ ചെയ്തു, ഫെയിലായി. 2011-ല് ട്രൈ ചെയ്തു, പകുതി എത്തിയപ്പോഴേക്കും ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 2012-ല് ഇവർക്ക് ഒരു 3 കിലോമീറ്റർ അടുത്തുവരെത്തി. 3 കിലോമീറ്റർ അടുത്ത് 3 കിലോമീറ്റർ കൂടി 176 കിലോമീറ്റർ 173 കിലോമീറ്റർ ഇവർ നീന്തി. 3 കിലോമീറ്റർ കൂടി ഉള്ളൂ. അപ്പൊ വളരെ മഞ്ഞ് മൂടിക്കിടക്കാണ്. ഇവർക്ക് വിഷൻ ക്ലിയർ അല്ല. ഇവർക്ക് ആ ഫ്ലോർ മീൻസ് കര കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇവര് പറഞ്ഞു, ഇല്ല, ടയേർഡായി, ഞാൻ ഇനി നീന്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ വണ്ടിയിലിരുന്ന് അല്ലെങ്കിൽ ബോട്ടിലിരുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഇല്ല ഇനി കുറച്ചും കൂടി ഉള്ളൂ, യു ട്രൈ. അപ്പൊ അവര് പറഞ്ഞില്ല, പറ്റില്ല എന്ന് പറഞ്ഞ് അവര് ബോട്ടിൽ കയറി ട്രാവൽ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു അധികം വൈകാതെ ഒരു 10-15 മിനിറ്റും കൂടി നീന്തിയിരുന്നെങ്കിൽ എത്താവുന്ന ഒരു സ്ഥലം ഞാൻ കൈവിട്ടുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം 2013-ല് ഇവര് ആ ദൗത്യം 56 മണിക്കൂർ സ്വിം ചെയ്ത് ഇവര് ആ ലോക റെക്കോർഡ് ഇട്ടു. അതും പിറ്റേന്ന് വെച്ചാൽ ആ സമയത്ത് ഇവര് ഫ്ലോറിഡയില് നീന്തി കയറിയ സമയത്ത് ഇവര് ചോദിച്ചു, ഹൗ ഡിഡ് യു അച്ചീവ് ദിസ്? അപ്പൊ അവര് പറഞ്ഞ ലാസ്റ്റ് ടൈം ഐ വാസ് ഫെയിൽഡ് ബിക്കോസ് എനിക്ക് എന്റെ കാഴ്ച മറഞ്ഞിരുന്നു. എനിക്ക് ഈ തീരത്തെ എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ കാഴ്ച വളരെ മറഞ്ഞിരുന്നു. അപ്പോ ഈ പ്രാവശ്യവും അതിലധികം മഞ്ഞുണ്ടായിരുന്നു, അതിലധികം തണുപ്പുണ്ടായിരുന്നു, അതിലധികം സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത എന്റെ മനസ്സിൽ ഞാൻ ആ തീരത്തെ കണ്ടു. എന്റെ മനസ്സിൽ ഞാൻ ആ ലക്ഷ്യം കണ്ടു. ഞാൻ അതിനു വേണ്ടി നീന്തി. അങ്ങനെ 64-ാമത്തെ വയസ്സില് 56 മണിക്കൂർ നീന്തി 176 കിലോമീറ്റർ താണ്ടി ഒരു ലേഡി, അതായത് ആ കടലിടുക്ക് നീന്തി കിടക്കുന്ന വിത്തൗട്ട് എനി പ്രൊട്ടക്ഷൻ. എന്ന് വെച്ചാൽ സാധാരണ 1-2 ആൾക്കാർ നീന്തിയിട്ടുണ്ട്, പക്ഷെ ഒരു കേജ് ഒക്കെ വെച്ചിട്ടാണ് അതിന്റെ ഉള്ളിൽ കൂടെ നീന്തുക. കാര്യം
ഈ ഷാർക്കുകളൊക്കെ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാതിരിക്കും. പക്ഷെ ഇതൊന്നുമില്ലാതെ ബെയറായിട്ട് സ്വിമ്മിങ് സൂട്ടില് തണുപ്പിലൊന്നും പ്രതിരോധിക്കാനില്ലാതെ അത്ര തണുപ്പില് ഇവര് ഈ ഒരു അച്ചീവ്മെന്റ് നേടിയ എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഓൺ 64th ഇയേഴ്സ്, 64-ാമത്തെ വയസ്സിൽ. ദിസ് ഈസ് ഗ്രേറ്റ്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു തീവ്രമായിട്ടൊരു ആഗ്രഹം തോന്നുന്നു. അതിനുവേണ്ടി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചിട്ട് അത് നേടുന്നവരെ അതിനു വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ടാലന്റ് അല്ലേ, ടാലന്റ് ഉള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ടാലന്റ് ഇല്ല, എനിക്ക് കഴിവില്ല എന്ന് പറയുന്നത്. പക്ഷേ ടാലന്റ് അല്ല, ഗ്രിറ്റ് ആണ് ക്രൂഷ്യൽ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് ഗ്രിറ്റ് ഈസ്, നമുക്ക് ടാലന്റിനെ കുറിച്ച് വലിയൊരു ഡൗട്ട് വരും. ഗ്രിറ്റ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഭയങ്കര വരും. അപ്പൊ നമ്മൾ എത്രത്തോളം ടാലന്റ് ആണ് എന്നൊക്കെ നമുക്ക് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ പറയുന്നത് ടാലന്റ് ഓവർ റേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ പറയും ഒരു ടാലന്റഡ് ഓവർ റേറ്റഡ് ആണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ, ഇപ്പൊ നമുക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്താണ്, അയ്യോ ഇപ്പം നമ്മൾ പറയണ ഓക്കെ യേശുദാസ് പാടുന്നു, ഓ എനിക്ക് പാടാൻ പറ്റൂല, കാരണം എന്താണ്, യേശുദാസ് കഴിവുള്ളവനാണ്, ബോൺ ടാലന്റഡ് ആണ്. മോഹൻലാൽ നന്നായിട്ട് അഭിനയിക്കുന്നു, ഷോ എനിക്ക് പറ്റില്ല, കാര്യം മോഹൻലാൽ ഒരു ബോൺ ആക്ടറാണ്, ഈസ് എ വെരി ടാലന്റഡ്. ഇന്ന ആള് പാട്ട് പാടുന്നു, ഇന്ന ആള് ഡാൻസ് ചെയ്യുന്നു, സച്ചിൻ ടെണ്ടുൽക്കർ നന്നായി ബാറ്റ് ചെയ്യുന്നു, കാര്യം ഈസ് ടാലന്റഡ് ആണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു 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 മിത്ത് ഉണ്ട്. മിത്ത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് മൊസാട്ട് മിത്ത് എന്ന് പറയാം. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മൊസാട്ട് മിത്ത്. മൊസാട്ട് എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഫസ്റ്റ് കൺസേർട്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് 13-ാമത്തെ വയസ്സിലാണ്. കൺസേർട്ട് എന്ന് പറഞ്ഞ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. കൺസേർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, സിംഫണി ആർക്കറിയാം? കൺസേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ, കൺസേർട്ട് സിംഫണി എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം? എല്ലാവരും ഇങ്ങനെ ഉറങ്ങിപ്പോയോ? ഇല്ലല്ലോ. മ്യൂസിക്കൽ കൺസെർട്ടാണ്. യെസ് യെസ്. എങ്ങനെയാന്ന് വെച്ചാല് ഒരു ലോഡ് ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചാല് ലോഡ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ വയലിൻ വായിക്കുന്നവരുണ്ടാവും, അതൊരു 10-15 പേരുണ്ടാവും. അതായത് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ട് ഒരു എൻറ്റയർ ടീമിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് ആ ഒരു വലിയൊരു മ്യൂസിക് വലിയ സ്റ്റേജിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് കൺസേർട്ട് എന്ന് പറയുന്നത്. ഈ മൊസാട്ട് ഈ പരിപാടി അവതരിപ്പിക്കും അദ്ദേഹത്തിന് 13 വയസ്സാണ്. അപ്പൊ ലോകം മുഴുവനും പറഞ്ഞു, വാവ് വാട്ട് എ ബ്രില്യന്റ് മാൻ, ഒരു ഒരു എന്താ പറയാ, ഒരു ഈസ് വെരി ജീനിയസ്, ഈസ് എ ബോൺ ടാലന്റഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വളരെ കാര്യമായിട്ട് ഇതുവരെ പുകഴ്ത്താനും ചെയ്യാനും തുടങ്ങി. എന്നിട്ട് എല്ലാവരും ചിന്തിച്ചു, ഓക്കെ ഇത് നമ്മളെ കൊണ്ട് പറ്റൂല, കാര്യം ഇവൻ ജീനിയസ് ആണ്. പക്ഷെ ഈ മൊസാട്ട് മിത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നറിയോ? ഈ മൊസാട്ട് എന്ന് പറയുന്ന വ്യക്തി അവന്റെ മ്യൂസിക് പഠനം ആരംഭിക്കുന്നത് 3-ാമത്തെ വയസ്സിലാണ്. 3 വയസ്സിൽ ചേച്ചി ഓർഗനും പിയാനൊക്കെ വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോ 3-ാമത്തെ വയസ്സിൽ ഇവൻ ഇൻട്രസ്റ്റ് കാണിച്ചു. 5-ാമത്തെ വയസ്സ് മുതൽ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങി. 3-ാമത്തെ വയസ്സ് മുതൽ പ്ലേ ചെയ്യും, പക്ഷെ പഠിച്ചു തുടങ്ങി. 5-ാമത്തെ വയസ്സിൽ ഇവൻ ഒഫീഷ്യലി പഠിക്കാൻ തുടങ്ങി. 13-ാമത്തെ വയസ്സിൽ അവതരിപ്പിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കാതെ മൊസാട്ട് വിത്തിൽ ഇതാണ്, ആളുകൾക്ക് അറിഞ്ഞൂടാ 10 വർഷത്തെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് അദ്ദേഹം 13-ാമത്തെ വയസ്സിൽ കോൺസേർട്ട് അവതരിപ്പിക്കുന്നത്. നമ്മൾ കാണുന്ന 13 വയസ്സ് മാത്രമാണ്. പക്ഷെ ഈ 10 വർഷം അദ്ദേഹം എടുത്ത എഫേർട്ടാണ് 13-ാമത്തെ വയസ്സിൽ ഒരു കോൺസേർട്ടായിട്ട് വരുന്നത്. അതാരും കാണൂല. അതിനെയാണ് ഈ മൊസാട്ട് മിത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ടാലന്റ് അല്ല അവിടെ. എല്ലാവരും ടാലന്റ് പറഞ്ഞാൽ ആ കൊച്ചു ഭയങ്കര ടാലന്റഡ് ആണ് എന്ന് പറഞ്ഞ് കാണിക്കുമോ അതിന്റെ ഒരു എഫേർട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയില് ഞാൻ കാണിച്ചു തരാം, നമ്മളെ ഒരു പയ്യൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ടാലന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ സക്കീർ ഹുസൈൻ ചെറുപ്പത്തിലെ തന്നെ തബലയിലെ ഏറ്റവും മാന്ത്രികനായി. എങ്ങനെയാണ്? സക്കീർ ഹുസൈന്റെ അച്ഛൻ അല്ലാരക്ക ഖാൻ, അദ്ദേഹം ഒരു തബലിസ്റ്റ് ആണ്. ചെറുപ്പത്തിലെ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിച്ച സക്കീർ ഹുസൈനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അല്ലാരക്ക ഖാനാണ്. അന്ന് മുതൽ പ്രാക്ടീസ് ആണ്. അതുകൊണ്ടാണ് ആ സമയത്ത് എന്താ പറയാ അത്രയും നല്ല ഒരു എഫേർട്ട് അല്ലെങ്കിൽ റിസൾട്ട് വരാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഒരിക്കലും ഒരു ടാലന്റ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു മിത്താണ്. ഇഫ് യു ആർ റെഡി ടു ഡു ദ ഹാർഡ് വർക്ക്, യു ക്യാൻ അച്ചീവ് വാട്ട് എവർ ഇറ്റ് മേ ബി. നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾ ഒട്ടും കഴിവില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും
യു ക്യാൻ അച്ചീവ് വാട്ട് യു വാണ്ട്. ഒരു പ്രസിദ്ധമായ കോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ഇതൊന്ന് വായിക്കാവോ? Hard work beats talent, and talent doesn't work hard. ടിം നോൾക്കയുടെ വളരെ പ്രശസ്തമായ കോട്ടാണ്. ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് വെൻ ടാലന്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. ഇത് വളരെ പവർഫുൾ ആയിട്ടൊരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് ഞാൻ പറഞ്ഞു, വിനോദ് കാംബ്ലിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്കറിയോ, രണ്ടുപേരും കൂടിയാണ് ക്രിക്കറ്റില് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോറി, അന്ന് ഇവര് അടിച്ചുകൂട്ടിയ 364 റൺസ്, രണ്ടുപേരും കൂടി അടിച്ചുകൂട്ടിയ 364 റൺസ്, ഇറ്റ് വാസ് എ റെക്കോർഡ്, വേൾഡ് റെക്കോർഡാണ്. എനിക്ക് തോന്നുന്നു അത്രയും റൺസ് പിന്നെ അതിനുശേഷം ആരടിച്ചുകൂടില്ല. ഇറ്റ്സ് എ വേൾഡ് റെക്കോർഡ്. അതിനുശേഷം ഒഫീഷ്യൽ ക്രിക്കറ്റിലേക്ക് വന്നപ്പോ പോലും വിനോദ് കാംബ്ലിയുടെ ഒഴുക്കും സ്റ്റൈലും വളരെ പ്രശംസിക്കപ്പെട്ട ഒന്നായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വിനോദ് കാംബ്ലിനെ എല്ലാവരും മറന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ഇതിഹാസ താരമായിട്ട് മാറി. കളി തുടങ്ങിയ സമയത്ത് സച്ചിനേക്കാളും നന്നായിട്ടുള്ള ഒഴുക്കുള്ള ബാറ്റിങ്ങും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തിരുന്ന വിനോദ് കാംബ്ലിനെ പിന്നീട് മറന്നു. ഈ അടുത്ത് വന്ന വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിനോദ് കാംബ്ലിനെ അറിയാം. പുള്ളി വളരെ വയസ്സനായി. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു സച്ചിനൊക്കെ പോയിട്ട് സാമ്പത്തികമായി സഹായിച്ചു. 10 വയസ്സില്ലാതെ ഒരു അത്ര ഇതിനകത്താണ് വിനോദ് കാംബ്ലിനെ കണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ടുപേരും ടാലന്റ് ഉള്ള ആൾക്കാരാണ് പറയുകയാണെങ്കിൽ പൊതുവെ. അപ്പോ ഇവിടെ ടാലന്റ്, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ടാലന്റ് വർക്ക് ചെയ്യാൻ റെഡിയായി. നിങ്ങൾക്കറിയാം, സച്ചിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, ഏതൊരു മത്സരത്തിന് മുമ്പും മിനിമം 200 ബോൾസ് എങ്കിലും അദ്ദേഹം നൈറ്റിൽ പ്രാക്ടീസ് ചെയ്യും. നെറ്റ് പ്രാക്ടീസിൽ ഒരു മിനിമം 200 ബോൾസ് ഫേസ് ചെയ്തതിനു ശേഷം മാത്രമാണ് കളിക്ക് ഗോള്. വിനോദ് കാംബ്ലിക്ക് എന്താ പറ്റിയത്? വിനോദ് കാംബ്ലി ടാലന്റ് ഉണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. കളിക്കാൻ വേണ്ടി ഇറങ്ങും, പ്രാക്ടീസ് ചെയ്യില്ല, ഫുഡ് അടിച്ച് കിടന്നുറങ്ങും, പിറ്റേ ദിവസം ഗ്രൗണ്ടിൽ പോയി ഇറങ്ങും. അങ്ങനെയുള്ള ഒരു മനുഷ്യന് നമുക്കറിയാം അതിന്റെ ഒരു ഡിവേഴ്സിഫൈഡ് അറിയാം. ഇപ്പം സച്ചിനെ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് 2 ലെജൻഡ്സിനെ കിട്ടുമായിരുന്നു. പക്ഷെ 1 ലെജൻഡ് അല്ലെങ്കിൽ 1 ടാലന്റ് അതിന് റെഫ്യൂസ് ചെയ്തു. പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നും എത്താതെ പോയി. അപ്പൊ നമ്മള് എത്ര ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ കോട്ടിൽ പറഞ്ഞു വെച്ചാല്, ടാലന്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ടാലന്റ് ഉള്ള ആൾക്കാരെ ബീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞ ആൾക്കാർ, പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളെക്കാളും വളരെ ലോ പ്രൊഫൈൽ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിരുന്ന സമയത്ത് നിങ്ങളെക്കാളും ലോ പ്രൊഫൈലായിരുന്നു, ജോലി സ്ഥലത്ത് നിങ്ങളെക്കാളും, നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് അയാളെക്കാളും കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന നിങ്ങൾ ഇന്ന് നിങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെക്കാളും നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവും പല ആളുകളും. നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം ഇവിടെ നമുക്ക് ടാലന്റ് ഉണ്ട്, പക്ഷെ വി ഡിഡ്ന്റ് ടേക്ക് എഫേർട്സ് ഓൺ ഇറ്റ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പിന്നോട്ട് പോകുന്നത്. അവന് വലിയ ടാലന്റ് ഇല്ലായിരിക്കും, പക്ഷെ ഹി ഈസ് റെഡി ടു ഡു ദ ഹാർഡ് വർക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല നിലയിൽ എത്താൻ പറ്റി എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ടാലന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് എഫേർട്സ് കൗണ്ട് ട്വൈസ്. ടാലന്റ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ അയ്യോ എനിക്ക് ഇത്ര വലിയ കഴിവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു അച്ചീവ്മെന്റ് ഫ്ലോ ചാർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ഫോർമുല എന്താണെന്ന് അറിയോ? ടാലന്റ് ഉണ്ട്, നമ്മൾ അച്ചീവ്മെന്റ് നടത്തും. ഇതാണ് നമ്മുടെ ഒരു മനസ്സിലുള്ള ഒരു ഫോർമുല. ഇതാണ്, കഴിവുള്ള ഒരുത്തിന് വിജയിക്കാൻ പറ്റും. പക്ഷെ ഈ ഫോർമുല എക്സ്ട്രീംലി റോങ് ആണ്. ഫോർമുല കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരിക, ടാലന്റിന്റെ കൂടെ നിങ്ങൾ എഫേർട്സ് ഇടുമ്പോ, ടാലന്റ് ഉള്ളവൻ അതിന്റെ കൂടെ എഫേർട്സ് ഇടുന്ന സമയത്ത് സ്കിൽസ് ഉണ്ടാകും. ടാലന്റും എഫേർട്സും കൂടി ചേരുമ്പോഴാണ് സ്കിൽ ഉണ്ടാവണേ. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ കൂടെ എഫേർട്സ് ഇട്ടാൽ മാത്രമാണ് ലൈഫിൽ അച്ചീവ്മെന്റ് ഉണ്ടാവുക. ഒരിക്കൽ കൂടെ പറയാം, ടാലന്റ് ഉള്ളവൻ എഫേർട്സ് ഇടുന്നു, അപ്പൊ അത് സ്കില്ലായിട്ട് മാറുന്നു. ആ സ്കില്ല് നേടിയിട്ട് വീണ്ടും അതിനകത്ത് എഫേർട്സ് ഇടുന്ന സമയത്താണ് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു അച്ചീവ്മെന്റ്
എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുന്നു. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം നമുക്ക് ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പാഷൻ ഉണ്ടോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, ആൻഡ് ആർ യു റെഡി ടു ഡു ദ എഫേർട്സ്, ദെൻ നിങ്ങളുടെ ലൈഫ് വേറെ ലെവലാവും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഫോർമുലയിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താണ്. നിങ്ങൾക്ക് ഇത് അറിയാവുന്നതാണ്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് സച്ചിൻ ടെണ്ടുൽക്കറും മാത്രമല്ല, സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ പല ആളുകളും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ഏത് സ്കില്ലാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ ഒരു 10,000 hours അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിലെ മാസ്റ്റർ ആയിരിക്കും. എത്ര മണിക്കൂറാണ്? 10,000 മണിക്കൂർ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലെ മാസ്റ്റർ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവില്ല, പക്ഷെ നിങ്ങൾ ഇന്ന് മുതൽ ഹാഫ് ആൻ അവർ എല്ലാ ദിവസവും നിങ്ങൾ പാട്ട് പാടാൻ അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ വിത്തിൻ ഇയേഴ്സ് ഓഫ് ടൈം യു ബിക്കം എ വെരി ഗുഡ് സിംഗർ. വെരി ഗുഡ് സിംഗർ. നിങ്ങൾക്ക് ഇപ്പൊ ട്രെയിനിങ് എടുക്കാൻ കഴിവില്ല, പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ഹാഫ് ആൻ അവർ നിങ്ങളുടെ ട്രെയിനിങ് എടുക്കാനും അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഒരു നല്ല ട്രെയിനറായിട്ട് മാറും. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിവില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും അതിനു വേണ്ടി എഫേർട്ട് എടുക്കും. ഫെയിലിയർ ആവും, തീർച്ചയായിട്ടും ഫെയിലിയർ ആവും, പക്ഷെ നിങ്ങളുടെ 10,000 hours എത്തുമ്പോഴേക്കും യു ബിക്കം എ മാസ്റ്റർ. നമുക്കറിയാം യൂസഫ് അലി, ഈസ് എ മാസ്റ്റർ ബ്രെയിൻ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള നമ്മുടെ റിലയൻസ്, അദാനി. സോ അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സ്കിൽസിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് ദേ ബിക്കം മാസ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ എന്ന് ഈ ഒരു 10,000 hours എഫേർട്ട് നിങ്ങൾ ഇടാൻ തയ്യാറാവുന്നു, ആ 10,000 hours എത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ ജേർണിയിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ യു ബിക്കം എ മാസ്റ്റർ. ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നിപ്പോ എത്ര അരമണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. എന്റെ 10,000 hours എന്റെ ഹാഫ് ആൻ അവർ ഓൾസോ ആഡ്. ഇന്നലെ ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുത്തു, 1.25 മണിക്കൂർ ക്ലാസ് എടുത്തു. സോ ഐ ആഡഡ് അനദർ 1 hour ഇൻ മൈ ജേർണി ടുവേർഡ്സ് ദ പെർഫെക്ഷൻ ഓർ മാസ്റ്ററിംഗ് ഇൻ ദ 10,000 hours. അപ്പൊ ഞാൻ എടുക്കുന്ന ഓരോ ക്ലാസ്സും എന്റെ 10,000 മണിക്കൂറിലേക്കുള്ള എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ 2026 നിൽക്കുന്നത്. ഞാൻ ആദ്യമായി ക്ലാസ് എടുക്കുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു 2020 എന്റോട് കൂടിയാണ് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 6 വർഷത്തെ എന്റെ ആദ്യത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ആദ്യ ക്ലാസ്സിൽ ഞാൻ പേടിയുണ്ടായിരുന്നുണ്ടാവും, എനിക്ക് ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഒരു PPT നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ എക്സാമ്പിൾസ് പറയാൻ പറ്റില്ല, ഇതുപോലെ ഫ്ലോ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു 6 വർഷത്തെ എന്റെ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ ഞാൻ എടുക്കുകയും ക്ലാസ്സുകൾ എപ്പോൾ കിട്ടിയാലും ഞാൻ എടുക്കാനുള്ളൊരു താല്പര്യം കാണിച്ചുകൊണ്ട് എനിക്ക് ഇന്നും ഞാൻ മാസ്റ്റർ ആയി എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ഐ അച്ചീവ്ഡ് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാവുന്ന രീതിയിലേക്ക് ഞാൻ മാറി എന്നുള്ളതാണ്. അപ്പം നമ്മള് ഗ്രിറ്റ്, ഇനി നമുക്ക് ഇതിന്റെ ഒരു നെക്സ്റ്റ് ഒരു പോർഷൻ കൂടെ ഉണ്ട്. അപ്പൊ ഒരു ഗ്രിറ്റ് നമ്മൾ നേടിയെടുക്കണം. ആ നേടിയെടുക്കുന്നതിന് നമ്മൾ എത്രത്തോളം ഗ്രിറ്റ് ആണ് എന്നറിയേണ്ടത് ഒരു വലിയൊരു അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഞാൻ സ്ക്രീനിൽ കുറച്ച് ക്വസ്റ്റ്യനെയർ നിങ്ങൾക്ക് തരാം. ആ ക്വസ്റ്റ്യൻസ് ഓരോന്നും നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു മാർക്ക് ഇടാം. ആ മാർക്കിന്റെ ഒരു ഓർഡർ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും, 1 2 3. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. നിങ്ങള് ഒരു 10 മീൻസ് ഞാൻ 6:15 ഇപ്പൊ നിർത്തുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങളുടെ ഒരു എക്സസൈസ് അതായിരിക്കും, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്കൊരു മാർക്ക് ഇടാം. അപ്പൊ ആ മാർക്ക് ഇട്ടിട്ട് ആ മാർക്ക് ഒന്ന് കൂട്ടി നോക്കി കഴിഞ്ഞാല് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഗ്രിറ്റ് പെർസെന്റേജ് എത്രയാണെന്ന് മനസ്സിലാവും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ആ ഗ്രിറ്റ് പെർസെന്റേജ് തരണം. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ കണ്ടത്, നമ്മൾ റൈറ്റ് ബ്രദേഴ്സിനെ കണ്ടു. അവർ കൂടെ പിയർ കോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എല്ലാം കൊടുത്തു, പക്ഷെ എഫേർട്ട് ഇട്ടില്ല. എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും, പക്ഷെ ഇറ്റ്സ് നോട്ട് ടോട്ടലി കമ്മിറ്റഡ് ആയിട്ട് ചെയ്തില്ല. അവിടെ റൈറ്റ് ബ്രദേഴ്സ് സക്സസ് ആയി. ഡയാന നൈഡിനെ കണ്ടു, 64-ാമത്തെ വയസ്സിൽ അത്രയും വലിയൊരു ടാസ്ക് നേടിയതൊക്കെ ഒരു കമ്മിറ്റഡ് ഒരു എന്താ പറയാ, ഒരു ടുവേർഡ്സ് ടോട്ടൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മള് ഇനിയിപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഫീഡ്ബാക്കിന് വേണ്ടി നിൽക്കുന്നില്ല, ഞാൻ ലീവ് ചെയ്യും. ഞാൻ ഈ സ്ക്രീൻ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ
മറ്റേ ഇത് എൻഡ് ചെയ്താൽ മതി. ഞാൻ ലാപ്ടോപ്പ് എടുക്കുന്നില്ല, ഞാൻ അല്ലാതെ പോവാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് സോറി, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ മാർക്ക് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാല് സെറ്റ് ബാക്സ് ഡസൻ ഡിസ്കറേജ് മീ, ഐ ഡോണ്ട് ഗീവ് അപ്പ് പോർലി. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണെങ്കിൽ നിങ്ങൾ 5 മാർക്ക് കൊടുക്കണം, റോങ് ആണെങ്കിൽ 1 മാർക്ക് കൊടുക്കണം. പക്ഷെ ആദ്യത്തെ സ്റ്റേജിൽ ന്യൂ ഐഡിയാസ് ആൻഡ് പ്രോജക്ട്സ് സംടൈംസ് ഡിസ്ട്രാക്ട് മീ ഫ്രം പ്രീവിയസ് വൺസ്. അപ്പൊ അത് സത്യമാണെങ്കിൽ നിങ്ങൾ എത്ര കൊടുക്കണം? 1 മാർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് പെട്ടെന്നാവുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാം, ആ ഓർഡർ തിരിച്ചാണ്. അതിന്റെ ഏറ്റവും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ ആ ഓർഡർ അനുസരിച്ച് നിങ്ങളൊന്ന് മാർക്ക് കൊടുക്കുക. അപ്പൊ ഇത് റിവേഴ്സും ഫ്രണ്ടും ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് 1 to 5 5 to 1 ഐ ആം എ ഹാർഡ് വർക്കർ. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ 5 മാർക്ക് കൊടുക്കാം. അതുപോലെ ഇപ്പൊ ഫസ്റ്റ് എയ്ഡിൽ ന്യൂ ഐഡിയാസ് ആൻഡ് പ്രോജക്ട് സംടൈംസ് ഡിസ്ട്രാക്ട് മീ ഫ്രം പ്രീവിയസ് വൺ ആണെങ്കിൽ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മാർക്കാണ് കൊടുക്കേണ്ടത്. യോജിക്കുന്നില്ലെങ്കിലാണ് 5 മാർക്ക് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്തിട്ട് ഇതിന്റെ എല്ലാ മാർക്കും കൂടി ടോട്ടൽ ചെയ്യുക. ഞാൻ നിങ്ങളുടെ സംസാരിക്കാനായിട്ട് നിൽക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എനിക്ക് ലീവ് ചെയ്യേണ്ടതുള്ളതുകൊണ്ടാണ്. സോ വൺസ് അഗൈൻ താങ്ക്സ് അലോട്ട്. ബാക്കി ഫീഡ്ബാക്സും കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഒരു പാർട്ട് കൂടി നമുക്ക് ഉണ്ടാവും. അതിൽ നമ്മൾ എങ്ങനെ ഗിഫ്റ്റ് നേടാം, അതിന്റെ 4 ഫാക്ടേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം. താങ്ക് യു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണേ, നോക്കിയിട്ട്. Thank you, sir. Thank you, Austin sir, for this Thank you, beautiful Austin class. sir. Thank you. Thank you. Yes, sir. Thank you so much. Thank you. എന്താ ഫീഡ്ബാക്ക് ഉണ്ടോ അതോ നിർത്തേ? സാർ ഫീഡ്ബാക്ക് ഓസൻ സാറ് ഒരു വർക്ക് തന്നിട്ടാണ് പോയത്. ബട്ട് എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി. ഗ്രൂപ്പിലിട്ടാ പറയാ. അല്ല സാറേ, അടുത്ത ആഴ്ച പറഞ്ഞാൽ മതിയെന്നല്ലേ പറഞ്ഞേ? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയെന്നല്ലേ സാറേ പറഞ്ഞേ? അതോ ഇന്നത്തെ? ഓക്കെ. അങ്ങനെയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാവോ? ഓക്കെ, വൈൻഡപ്പ് ചെയ്തു നിങ്ങള്. സാറേ എന്തേലും പറയാനുണ്ടോ? ഇല്ല, ഇന്ന് 26 പേരുണ്ടല്ലോ പങ്കെടുത്തല്ലോ. അല്ല, നാളെയും നല്ലൊരു ക്ലാസ് ആണ് കേട്ടോ. നാളെ നല്ലൊരു ട്രെയിനറാണ്, നല്ലൊരു ക്ലാസ് ആണ്. എല്ലാവരും പങ്കെടുക്കണം. ഇതുപോലെ തന്നെ എല്ലാവരും പങ്കെടുക്കണം. മണിസാർ പോയോ? ഇല്ല സാർ, ഞാൻ ഇവിടെ ഉണ്ട്. ഞാന് പിന്നെ പങ്കെടുക്കാത്തവരുടെ ലിസ്റ്റ് ഇടും പറഞ്ഞപ്പോ എല്ലാരും വന്ന പങ്കെടുക്കാത്തവർന്ന് വലിയ അക്ഷരത്തിൽ എഴുതിട്ടേ ലിസ്റ്റ് ഇടാൻ നിൽക്കുന്നു. ഇപ്പൊ കുറെ ആൾക്കാർ വന്നു. എന്തായാലും നാളെ നോക്കാം. ശരി, എന്നാല് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ആ ലിസ്റ്റ് ഉണ്ടാവൂല. ഇന്ന് ലിസ്റ്റ് ഉണ്ടാവണ്ട. 26 ഉണ്ടല്ലോ. അപ്പൊ ബാക്കിയുള്ളവരെ മോശമാക്കണ്ട. നമുക്ക് നാളെ സാറേ, ചെയ്യാം. ഒരാളെ പുതിയതായിട്ടുള്ള ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് അതുൽ ഒന്ന് പരിചയപ്പെടുത്തു. അതുൽ പരിചയപ്പെടുത്തിക്കോട്ടെ. അതുൽ രാജ്. പോയോ? ഉണ്ട്. മ്യൂട്ടാണെന്ന് മ്യൂട്ടാണ്. ഓക്കെ, നോ പ്രോബ്ലം. വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ഇന്ന് ഗ്രിറ്റ് എന്ന ടോപ്പിക്കിൽ അതിന്റെ പാർട്ട് 2 ക്ലാസ് ലീഡ് ചെയ്ത ഓസ്റ്റിൻ സാറിനും ഈ സെഷനിൽ പങ്കെടുത്ത ബാക്കി ബി മാജിക് മെമ്പേഴ്സിനും നന്ദി. താങ്ക് യു ഓസ്റ്റിൻ സാർ. താങ്ക് യു ഓൾ. Thank you, Austin sir. Thank you all.